കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട രമത ചന്ദ്രശേഖരൻ LDF ഭരിക്കുന്ന സമയത്ത് സംസ്ഥാന പോലീസ് മേധാവിയാകുന്നു എന്നതാണ്. എങ്ങനെയാണ് അതിനോട് പാർട്ടി സെക്രട്ടറി? ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും 3 ആളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നിന്ന് ഗവൺമെൻറ്റാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ആയിരുന്നു എന്ന്. ഹക്കീമത്തെയും TT ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. രമത ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ MP ജയരാജൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2 ആളുകൾ ചേർന്ന്, 2 ആളെന്ന് പറയുമ്പോൾ ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥം. അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ച ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായി പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് എടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തുന്നത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള പിന്നീട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതിയെ ഒഴിവാക്കിയത്. അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ടല്ല. അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു. അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. അതൊക്കെ ആയിരിക്കും അല്ലാണ്ടിരിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ FIR വരില്ലേ? കേസ് സ്വാഭാവികം വരില്ലേ? കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുമോ? കേസിൻ്റെ ഭാഗമായിട്ട് വന്നു. അത് പിന്നീട് കോടതി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു, ഒഴിവാക്കി. അതാണ്ടായ സംഭവം. ആക്ഷേപം വരും എല്ലാവരും അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ കോടതിയല്ലേ അതിൻ്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. ആ തീരുമാനം വരുമ്പോഴേക്ക് ഇവരൊന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. ജയരാജനുണ്ടായിരുന്നു. മുറിവൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. ഇപ്പോൾ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് താല്പര്യം ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല. ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അല്ല, പ്രവർത്തകരുടെ സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗവൺമെൻറ് തീരുമാനമാണ്. ആ ഗവൺമെൻറ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരാളും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. P. ജയരാജനും എതിർപ്പ് വെറുതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സർക്കാരാണ് നമ്മൾ അതെല്ലാം വിശദീകരിക്കേണ്ടത്. ശരിയല്ലേ? അത് പറഞ്ഞാൽ അത് വിമർശന. പിന്നെ ഇതിൻ്റെ പാർട്ടി അതിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഒരു സംശയമില്ല. ഒരു സംശയമില്ല. കൃത്യമായ തീരുമാനം അതാണ്. ഗവൺമെൻറ് പാർട്ടിക്ക് പറയുന്ന തീരുമാനമുള്ളത്. അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരിക്തത വേണം. ഒരു വ്യതിരിക്തതയുമില്ല കേട്ടോ.